ഇതിന് പരിഹാരമുണ്ടാക്കാൻ രണ്ട് ഗവൺമെന്റുകളുടെയും മീതെ UDF സമ്മർദ്ദം ചെലുത്തും. നടന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, സമയമൊക്കെ അവസാനിക്കാറായി. ഈ സർക്കാരിന്റെ ഐക്യജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ തിരിച്ചു വരുമ്പോൾ മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ പരിഹരിക്കുക എന്നതിനായിരിക്കും ഒന്നാമത്തെ പരിഗണന. ഞങ്ങൾക്ക് ഇത്രേ പറ്റുള്ളൂ, ഇതിനപ്പുറം ചെയ്യാൻ ഞങ്ങൾ കൊണ്ടാവൂല, ഞങ്ങൾ പണി നോക്കിക്കോ എന്നാണ് ഭരിക്കുന്ന ഗവൺമെന്റ് ഈ കുടുംബത്തോട് പറയുന്നത്, ഈ നാട്ടുകാരോട്, മലയോര മേഖലയിലെ ജനങ്ങളോട് പറയുന്നത്. അതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, നിങ്ങളെ കൊണ്ട് ആ പണിക്കാവൂലെങ്കിൽ നിങ്ങളത് നിർത്തിയിറങ്ങിയാൽ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ഒരൊറ്റ ഉത്തരവ്. കണ്ണീരിനെ കാണാതിരിക്കുന്ന, അതിനെ വകവെക്കാതിരിക്കുന്ന, അതിനെ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന, ആ കണ്ണീരിന് ന്യായങ്ങൾ ചമക്കുന്ന, അതിന് പകരം വേദിയിൽ പാട്ടുപാടുന്ന ആ ഗവൺമെന്റ് ഈ കണ്ണീരിൽ ഒലിച്ചു പോകും. മലയോരത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ പൊതുപ്രവർത്തകന്റെയും ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ കേരളത്തിന്റെ സർക്കാരിനെ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് UDF ഈ സമരജാഥ തുടങ്ങിയിട്ടുള്ളത്. വിഷയം എത്രമാത്രം ഗൗരവമാണ് എന്ന് അറിയാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തെ ഒരാള് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ വനം മന്ത്രിയാണ്. കേരളത്തിലെ സർക്കാർ കേരളത്തിലെ കർഷകരെ, മലയോര മേഖലകളിലെ സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ വിധിക്കായി വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ ജീവനെ അപകടത്തിലാക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. ഈ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ UDF ഏറ്റെടുക്കുന്നു. ഈ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുവാനുള്ള ശക്തമായ ഒരു പ്രക്ഷോഭവുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ മലയോര ജാഥയുമായി കടന്നു വരുന്നത്. ഈ ജാഥ നാടും കാടും കട്ടുമുടിച്ച കാട്ടുകള്ളന്മാരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടാണ് ഈ ജാഥ. അത് ഈ ഗവൺമെന്റിന്റെ അന്ത്യം വരെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാതെ സർക്കാർ നിസ്സംഗതയോടുകൂടി ഇരിക്കുന്നതിന് എതിരെയാണ്. അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത്.